ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട്. കേരളം ഈ പട്ടികയിൽ ഏറ്റവും ഗുരുതരമായ നിലയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ വിസ്ഫോടനം നിലനിൽക്കുന്ന സംസ്ഥാനമായി കേരളം കണക്കാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഡാറ്റ അനുസരിച്ച് 30% ആണ് കേരളത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക്. 30% ആൾക്കാർക്ക്, ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തൊഴിലില്ല എന്നാണ് PLFSന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പുറത്ത് വിട്ടിരിക്കുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഇതിനകത്ത് 47%, 47% സ്ത്രീകൾക്കും 19% പുരുഷന്മാർക്കും ഒരു തൊഴിലുമില്ല എന്നുള്ളതാണ്. കേരളം എപ്പോഴും സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. മാത്രമല്ല, 3 ടയർ പഞ്ചായത്ത് സിസ്റ്റത്തിലായാലും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ കാര്യത്തിലായാലും കുടുംബശ്രീകളുടെ കാര്യത്തിലായാലും എല്ലാം വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ ശാക്തീകരണ അന്തരീക്ഷം, ഒരു ചുറ്റുപാട് നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുടുംബശ്രീ, അക്ഷയശ്രീ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്, ഇവിടെയെല്ലാം സ്ത്രീകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന, കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ മാറി മാറി ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന UDFന്റെയും LDFന്റെയും സർക്കാരുകൾ അവരുടെ നയത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു തൊഴിലില്ലായ്മ നിരക്ക് സംസ്ഥാനത്ത് ഇപ്പോൾ സംജാതമായി. കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അതിന്റെ മാനദണ്ഡങ്ങളിൽ കേരളം വളരെ മുമ്പിലാണ് എന്നൊക്കെയുള്ള വലിയ അവകാശവാദങ്ങൾ കൊടുത്ത് രംഗത്ത് വന്നിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഉണ്ടാവുന്നില്ല. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ മൈഗ്രേഷൻ പെർസെന്റേജ് നമുക്കെല്ലാവർക്കും അറിയാം. അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ മുഴുവൻ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളെയോ അന്യ രാജ്യങ്ങളെയോ ആശ്രയിച്ച് പുറത്തേക്ക് പോവുകയാണ്.